കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ 6-ാം വളവിൽ ഒരു ടോറസ് ലോറി കുടുങ്ങിയിട്ടുണ്ട്. അവിടെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു അവിടെ നിന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഇന്നലെ സന്ധ്യയ്ക്ക് കേടായ ലോറി ഇന്ന് പുലർച്ചെയാണ് മാറ്റിയത്. ലോറി മാറ്റിയെങ്കിലും ഗതാഗത കുരുക്ക് മാറിയിട്ടില്ല എന്ന് പറയുന്നു. ഒരു ഒറ്റ വരിയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. സമീർ സി മുഹമ്മദ് വീണ്ടും കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കുരുക്ക് മാറ്റാൻ കഴിഞ്ഞോ? പ്രത്യേകിച്ച് അവിടെയൊക്കെ കുരുങ്ങുക എന്ന് പറഞ്ഞാൽ മണിക്കൂറോളം കുരുങ്ങി കിടക്കുമല്ലോ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെയാണ്, ഒരല്പസമയമല്ല, അവിടെ മണിക്കൂറുകളാണ് വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നത്. ഇന്നലെ സന്ധ്യയോടുകൂടെ ഒരു ലോറി 8-ാം വളവിൽ കുടുങ്ങിയിരുന്നു. അത് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടെയാണ് മാറ്റിയതും തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചതും. അതിന് പിറകെയാണ് മറ്റൊരു ടോറസ് ലോറി അവിടെ എത്തുകയും 6-ാം വളവിൽ അത് കുടുങ്ങുകയും ചെയ്തത്. അതിൻ്റെ ആ തകരാറ് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഏറെ നേരത്തെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ലോറി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അടിവാരത്തു നിന്നും മെക്കാനിക് എത്തിയാണ് അതിൻ്റെ ശരിയാക്കി ആ തകരാർ ശരിയാക്കിക്കൊണ്ട് ആ ലോറി സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും പൂർണ്ണ തോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു നേരിയ അയവ് വന്നിട്ടുണ്ട്. ഈ വാഹനം സൈഡിലേക്ക് മാറ്റിയതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ചുരം വളണ്ടിയേഴ്സും ചേർന്നുകൊണ്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. വൈകാതെ തന്നെ സാധാരണ രീതിയിലേക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എസ് കെ.